ഹലോ എവരിവൺ, എല്ലാവർക്കും ഫുഡരിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് വെറും 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂമിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം, ഒരു 250-300 ഗ്രാമിനകത്ത് ഉള്ള ക്വാണ്ടിറ്റിയിലുള്ള മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മഷ്റൂംസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മഷ്റൂംസ് സാധാരണ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയെന്നാണ് പറയാറ്. പക്ഷേ ഞാൻ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലെയർ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, മഷ്റൂം എടുക്കുന്ന സമയത്ത് സ്മെല്ലോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് സ്ലൈമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ മഷ്റൂംസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് ചപ്പാത്തിയോടൊപ്പോ ചോറിനോടൊപ്പോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു 250 ഗ്രാം മഷ്റൂമിന് ഞാനിവിടെ ഒരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ സൈസിനുള്ള 1.5 സവാള എടുക്കുന്നുണ്ട്. ആ ഒരു 1.5 സവാള കൂടെ വളരെ ഫൈനായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സവാള നല്ല പോലെ ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ സവാള റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ, ഒന്ന് നല്ല കുക്കായി വരുന്നത് വരെ സവാള ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സവാള വേകുന്ന ടൈമിൽ നമുക്കിനി ചില്ലി ഫ്ലേക്സ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ താളിക്കാനത്തൊക്കെ എടുക്കുന്ന വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 8-10 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് മഷ്റൂംസ് ചേർത്ത് കൊടുക്കുന്നതാണ്. മഷ്റൂംസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മഷ്റൂംസ് ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് മറ്റ് സ്പൈസസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആകെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഈ കറിവേപ്പിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിലാണ് ഈ മഷ്റൂമിൻ്റെ മൊത്തം ഫ്ലേവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താലും സാരമില്ല. അപ്പോൾ ചില്ലി ഫ്ലേക്സ് കൂടെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. നല്ല ഒരു റോസ്റ്റ് പരുവത്തിനാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ചപ്പാത്തിയോടൊപ്പോ ചോറിനോടൊപ്പോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ്.